വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പുൽപ്പള്ളിക്കടുത്ത് മണലമ്പത്ത് കടുവ പശുവിനെ കൊന്നു. വന്യജീവി സങ്കേതത്തിലെ ചെതലയം റേഞ്ചിലാണ് സംഭവം. ബസവൻകൊല്ലിയിൽ യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ദൂരത്ത് വനാതിർത്തിയിലാണ് സംഭവം. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, എപ്പോഴായിരുന്നു സംഭവം? ഒപ്പം തന്നെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപിക, ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് മണലമ്പത്ത് ഇത്തരത്തിൽ സംഭവിച്ചത്. വനാതിർത്തിയിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, യുവാവിനെ ആക്രമിച്ചു കൊന്ന കടുവ തന്നെയാണ് ഇത് എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് തന്നെ കടുവയുണ്ടെന്ന് വനംവകുപ്പിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ തുടരുന്നതിനിടയിലാണ് കടുവ വീണ്ടും പശുവിനെ ആക്രമിച്ചു കൊന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ വെച്ച് വനംവകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ രാവിലെ അല്പം കഴിഞ്ഞ് തന്നെ വനംവകുപ്പ് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കും. എന്തായാലും പ്രദേശത്തെ ആളുകൾ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ തരത്തിലുള്ള ആശങ്ക ആളുകൾക്കുണ്ട്. വനാതിർത്തി ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ ഭീതിയിലാണ്. രതീഷ്, ഈ യുവാവിനെ ആക്രമിച്ചു കൊന്നതിന് ശേഷം ഈ കടുവയെ പിടിക്കാൻ വലിയ തരത്തിലുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് അധികൃതർ നടത്തിയിരുന്നത്. കൂടടക്കം സ്ഥാപിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ പശുവിനെ കൊല്ലുന്നതടക്കമുള്ള സംഭവങ്ങൾ നടക്കുകയാണ്. മറ്റെന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ പ്രദേശത്ത് വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്? വനംവകുപ്പ് യുവാവിന്റെ മരണത്തെ തുടർന്ന് വനംവകുപ്പ് 18ഓളം ക്യാമറകളാണ് ഇതിന്റെ സമീപ പ്രദേശങ്ങളിലെ വനങ്ങളിലും മറ്റും സ്ഥാപിച്ചത്. അതുപോലെ തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു. അങ്ങനെ വലിയ ശക്തമായ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. കാരണം വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അതിന് ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് കടുവയെ നേരിട്ട് പിടികൂടാൻ. പിന്നെ ഇത് കൂടാതെ കോമ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. എന്നാൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടുവ ഈ പ്രദേശത്ത് നിന്ന് വളരെയധികം ദൂരത്തേക്ക് പോയിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് വീണ്ടും കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് കണ്ടതോടെയാണ് വനംവകുപ്പ് കൂടുതൽ ജാഗ്രതയിലായിട്ടുള്ളത്. എന്തായാലും നിരീക്ഷണം തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കടുവയെ പിടികൂടാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിലാണ് വനംവകുപ്പ്. എന്തായാലും പ്രദേശത്തെ ആളുകളോട് ജാഗ്രത പുലർത്താൻ വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ചത്ത പശുവിന് അർഹമായ നഷ്ടപരിഹാരവും മറ്റും അടിയന്തരമായി നൽകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വയനാട്ടിൽ വീണ്ടും കടുവ ഇറങ്ങി. കടുവ ഒരു പശുവിനെ കൊന്നു. വിശദാംശങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്. താമരശ്ശേരി മേഖലയിൽ കാട്ടുപന്നികളുടെ ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയെ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. പകൽ സമയത്ത് പോലും കാട്ടുപന്നി ആക്രമണം പതിവാണ്. താമരശ്ശേരി ചുങ്കം ചെക്ക് പോസ്റ്റ് മുതൽ ഏലോക്കര വരെയുള്ള ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ദേശീയപാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പോലും ആക്രമണം ഭയക്കണം. നിരവധി പേർ ഇതിനകം കാട്ടുപന്നികളുടെ ആക്രമണത്തിന് ഇരയായി. കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ മുഹമ്മദ് അലി മരിച്ചിരുന്നു. ചുങ്കം സ്വദേശിയായ വയോധികനെ വീട്ടുമുറ്റത്ത് വെച്ച് അടുത്തിടെയാണ് പന്നി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പന്നികൾ റോഡിന് കുറുകെ ഓടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റവരും നിരവധിയാണ്. താമരശ്ശേരി ഇങ്ങോട്ട് പല വാഹനങ്ങൾക്കും ഇതുപോലെ തന്നെ പന്നിയുടെ ആക്രമണം കിട്ടിയിട്ടുണ്ട്. റോഡ് സൈഡിലുണ്ടെന്ന ഈ വേസ്റ്റ്, കോഴി വേസ്റ്റ്, അതുപോലെ തന്നെ ഹൈവേ സൈഡിലുള്ള വേസ്റ്റാണ് ഇതിനൊക്കെ ഒരു വലിയൊരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്ന പന്നികളെ തുരത്താൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അറവ് മാലിന്യം ഉൾപ്പെടെ ദേശീയപാതയോരത്ത് വലിച്ചെറിയുന്നത് കാട്ടുപന്നി ശല്യം വർദ്ധിക്കാൻ കാരണമായി. മാലിന്യ നിക്ഷേപം തടയുന്നതിനും ജീവൻ പോലും ഭീഷണിയായ പന്നികളെ തുരത്തുന്നതിനും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വാലില്ലാത്ത പൈക്കിടാവ് കൗതുകമാകുന്നു. ജനിതക വൈകല്യം ആകാം എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശി മോഹനന്റെ വീട്ടിലെ പശുവിന്റെ ആദ്യത്തെ പ്രസവത്തിലാണ് വാലില്ലാത്ത പശുക്കുട്ടി ജനിച്ചത്. പശുക്കിടാവിന്റെ വാൽ മുറിഞ്ഞുപോയതിന് സമാനമായിരുന്നു. വർഷങ്ങളായി പശുക്കളെ വളർത്തുന്ന മോഹനന് ഇത് ആദ്യ അനുഭവമാണ്. മൃഗഡോക്ടറെത്തി പരിശോധന നടത്തി കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. വാല് മുറിഞ്ഞതാണെന്നൊരു സംശയം തോന്നി. ഡോക്ടറെ വിളിച്ച് നോക്കിയപ്പോൾ വാല് മുറിഞ്ഞതല്ല, വാല് ഇത്രയേ ഉള്ളെന്നാണ് അവർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞത് വാലില്ല,
വാലിൻ്റെ എന്തോ ഒരു അംഗവൈകല്യം വന്നതാണെന്നാണ് പറയുന്നത്. പുതിയ ഇനമെന്നാണ് അവർ പറയുന്നത്. തന്നെയെന്നുള്ള കാര്യം എനിക്കറിയില്ല. പുതിയ ഇനമാണെന്നുള്ള കാര്യമാണ്. വാലില്ലാത്ത പശു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേസമയം ജനിതക വൈകല്യമാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണമായതെന്നാണ് മൃഗസംരക്ഷണ വിദഗ്ധർ പറയുന്നത്. ന്യൂസ് 18 കാട്ടാക്കട. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ചരക്ക് വാഹനങ്ങൾ അണുവിമുക്തമാക്കിയ ശേഷം ലോഡുകൾ ഇറക്കിയാൽ മതിയെന്ന് കട്ടപ്പനയിലെ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ക്ഷേമനിധി ബോർഡിനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കും യൂണിയൻ കത്തയച്ചു. കട്ടപ്പന മാർക്കറ്റിലെ ഡ്രൈവർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കട്ടപ്പന നഗരത്തിൽ മാത്രം 150-ലധികം ചുമട്ടുതൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ 50ഓളം പേർ കട്ടപ്പന മാർക്കറ്റിൽ മാത്രമാണ്. മാർക്കറ്റിൽ പഴവർഗ്ഗങ്ങൾ എത്തിക്കുന്ന ഡ്രൈവർക്ക് കഴിഞ്ഞയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഇവരും ആശങ്കയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയനുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി എത്തുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കിയെങ്കിൽ മാത്രമേ ലോഡ് ഇറക്കൂ എന്ന നിലപാട് സ്വീകരിച്ചത്. 3 യൂണിയൻകാരും കൂടി തൊഴിലാളികളെയും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ച് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞ അനുസരിച്ച് വണ്ടി കട്ടപ്പന ടൗണിൽ വരുന്ന വണ്ടികൾ കഴുകിയിട്ട് ഇറക്കിയാൽ മതി എന്ന് യൂണിയൻ നേതൃത്വം അറിയിച്ച അനുസരിച്ചാണ് നമ്മൾ ക്ഷേമനിധി ബോർഡിലും മർച്ചൻ്റ് അസോസിയേഷനും നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് വണ്ടി കഴുകാൻ നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നത്. തമിഴ്നാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന ചരക്ക് വാഹനങ്ങൾ അണുവിമുക്തമാക്കണമെന്ന് ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം പലപ്പോഴും പാലിച്ചിരുന്നില്ല. തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിച്ച വ്യാപാര സ്ഥാപനങ്ങൾ വാഹനങ്ങൾ അണുവിമുക്തമാക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. കണ്ണൂർ ഉദയഗിരി കാർത്തികപുരത്ത് ക്വാറന്റീൻ കേന്ദ്രത്തിലെ മാലിന്യം നീക്കം ചെയ്യാത്ത പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധം. കാർത്തികപുരം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പാരിഷ് ഹാളിലാണ് ദിവസങ്ങൾക്ക് മുൻപുള്ള മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് കാർത്തികപുരം ടൗണിനോട് ചേർന്ന പാരിഷ് ഹാൾ ദേവാലയ അധികൃതർ വിട്ടുനൽകിയത്. സൗജന്യമായി നൽകിയ ഹാളിൽ പഞ്ചായത്തിൽ നിന്നുള്ള നിരവധി പേരാണ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നത്. ഇവർക്കു നൽകിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും വരാന്തയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. നിരീക്ഷണത്തിൽ കഴിഞ്ഞവർ ഉപയോഗിച്ച ഗ്ലൗസും മാസ്കും കൂട്ടിയിട്ടിരിക്കുന്നതും വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. ഈ ക്വാറന്റൈനിൽ കഴിഞ്ഞ ആളുകളുടെ വേസ്റ്റ് എല്ലാം അത് അനാഥമായിട്ട് പള്ളിയുടെ ഒരു മുറിയുടെ ഭാഗത്ത് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അവിടുത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല. ക്വാറന്റീൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഒരുമിച്ച് അവസാനിപ്പിച്ചതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്. ഇനി കാർഷിക കേരളം. വീടിന്റെ മട്ടുപ്പാവിൽ വിഷരഹിത പച്ചക്കറി വിളയിക്കാനുള്ള ശ്രമത്തിലാണ് അധ്യാപികയായ മുരുക്കാശ്ശേരി വാഴപ്പിള്ളിൽ ഷീന സിബി. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ഷീന ലോക്ഡൌൺ കാലത്താണ് പച്ചക്കറി കൃഷി വിപുലമാക്കിയത്. നേരത്തെ മുതൽ ചെറിയ തോതിലുണ്ടായിരുന്ന കൃഷി ലോക്ഡൌൺ കാലമായതോടെ വിപുലമാക്കുകയായിരുന്നു. മട്ടുപ്പാവിൽ 2 വർഷം മുൻപ് സ്ഥാപിച്ച മഴമറയ്ക്കുള്ളിൽ ഗ്രോ ബാഗുകൾ വെച്ചായിരുന്നു കൃഷി. ചീരയും കോളിഫ്ലവറും പടവലവും ഉരുളക്കിഴങ്ങും തക്കാളിയും മരച്ചീനിയും അടക്കം വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തു. ചെറുപ്പം മുതൽ കൃഷിയോടുള്ള താല്പര്യമുണ്ടായിരുന്നതായി ഷീന പറയുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് ഇനങ്ങൾ കൂടുതലുണ്ടായിരുന്നു, പക്ഷേ ഇത്തരം കവറുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വർഷം ലോക്ക്ഡൌൺ പ്രമാണിച്ച് കുറേ സമയം കൂടെ കിട്ടിയതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്. പൊതുവെ കൃഷിയോട് താല്പര്യം ഉള്ളതാണ്. പപ്പായ്ക്കാണെങ്കിൽ 2 വർഷം അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് കൃഷിയോട്. അങ്ങനെ താല്പര്യം വെച്ച് പിന്നെ എല്ലാവരും സഹകരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. ഭർത്താവ് സിബിയും 3 മക്കളും വേണ്ട സഹായങ്ങൾ ചെയ്യും. സ്കൂളിൽ ഓൺലൈൻ പഠനം ആരംഭിച്ചതോടെ ജോലിഭാരം കൂടിയെങ്കിലും മട്ടുപ്പാവിലെ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് ഇതിനിടയിലും സമയം കണ്ടെത്തുകയാണ് ഈ അധ്യാപിക. ന്യൂസ് 18 ഇടുക്കി. പച്ചക്കറികളിൽ രൂപങ്ങൾ നിർമ്മിക്കുകയാണ് കൊട്ടാരക്കര ഓയൂർ സ്വദേശി സെൽവകുമാർ. സോഷ്യൽ മീഡിയയിൽ വൻ സ്വീകാര്യതയാണ് സെൽവന്റെ പച്ചക്കറി രൂപങ്ങൾക്ക് ലഭിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേറ്ററായ സെൽവകുമാർ ലോക്ക്ഡൌൺ നാളു മുതലാണ് പച്ചക്കറിയിൽ രൂപങ്ങൾ തീർക്കാമെന്ന് തെളിയിച്ചത്. ഒറ്റ നെല്ലിക്കയിൽ ശിവരൂപവും മരച്ചീനിയിൽ എലി, ചക്കമുള്ളുകൊണ്ട് ചെരുപ്പ്, ബീട്രൂട്ടിൽ ആന തുടങ്ങിയ രസകരമായ നിരവധി രൂപങ്ങളാണ് സെൽവകുമാറിന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവമുള്ളതെന്നൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നും. കാര്യം എന്നും അവരെടുക്കുന്ന കാര്യങ്ങളായിരിക്കും, കയ്യിലെന്നും എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും. വീട്ടിൽ ഇപ്പോൾ ചക്ക എന്നും എടുത്ത് ഉപയോഗിക്കുന്ന സംഭവമാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് നമ്മൾ ചെയ്തിടുമ്പോൾ അത്ഭുതത്തോടെ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും. ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്ന് ആദ്യം നിർമ്മിച്ചത് തണ്ണിമത്തങ്ങയിൽ ഗർഭസ്ഥ ശിശുവിന്റെ രൂപമായിരുന്നു.
സോഷ്യൽ മീഡിയയിൽ വൻ സ്വീകാര്യത ലഭിച്ചതായി സെൽവകുമാർ പറയുന്നു. പച്ചക്കറികൾ കേടാക്കുമ്പോൾ രൂപങ്ങളുടെ ഭംഗി നഷ്ടമാകുമെങ്കിലും നിർമ്മാണം ഇപ്പോഴും തുടരുന്നുണ്ട്. ചെയ്തു തീർന്നിട്ട് എന്തെങ്കിലും കുറ്റമുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ വിളിച്ചുണർത്തി ചോദിക്കും. എല്ലാം കാണാനൊക്കെ വിളിക്കും. അങ്ങനെയാണ് ഞങ്ങളിതെല്ലാം കാണുന്നതും. ചിലപ്പോൾ അപ്പം നേരം വെളുക്കുന്നേരം അവൻ്റെ കൂടെ വേണമെങ്കിൽ കൂട്ടിയിരിക്കും. രൂപങ്ങളുടെ നിർമ്മാണം കൂടാതെ പെൻസിൽ ഡ്രോയിങ്ങും തകിടിൽ കൊത്തുപണികളും സെൽവകുമാർ ചെയ്തു വരുന്നു. +2 വരെയുള്ള പഠനകാലത്ത് തന്റെ കലാസൃഷ്ടികൾക്ക് നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജീവിത സാഹചര്യം മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമാകുകയായിരുന്നു. സെൽവകുമാറിന്റെ ശില്പങ്ങൾക്ക് സുഹൃത്തുക്കളും നാട്ടുകാരും നല്ല പ്രോത്സാഹനവും നൽകുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കായംകുളത്ത് സംഘടിപ്പിച്ച ചങ്ങാതിക്കൂട്ടം പരിശീലനം ശ്രദ്ധേയമായി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 20 പേർക്കാണ് 25 ദിവസത്തെ പരിശീലനം നൽകിയത്. തെങ്ങ് കൃഷിയുടെ ശാസ്ത്രീയ പരിപാലനം ലക്ഷ്യമിട്ടാണ് തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിച്ചത്. പരിശീലനത്തിനെത്തിയവർക്ക് തെങ്ങ് കയറ്റ യന്ത്രം സൗജന്യമായി നൽകി. പരിശീലനത്തിന്റെ ഭാഗമായി മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, ജൈവവള ഉൽപാദനം, ജൈവവളങ്ങൾ സമ്പുഷ്ടീകരിച്ച രോഗങ്ങൾക്കെതിരായ പ്രതിരോധം, ചെല്ലികളെ നിയന്ത്രിക്കൽ തുടങ്ങിയവയിലും പ്രായോഗിക പരിശീലനം നൽകി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള 20 കർഷകരാണ് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തെങ്ങുകയറ്റ യന്ത്രം ഉപയോഗിച്ച് തെങ്ങ് കയറുന്നതിനുള്ള പരിശീലനമാണ് 200 മണിക്കൂർ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് ഇവർക്ക് നൽകിയത്. വളപ്രയോഗം, ജലസേചനം, രോഗകീടങ്ങളെ തിരിച്ചറിയൽ, അവയ്ക്കെതിരായ സംരക്ഷണ മുറകൾ, പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങിയവയും പരിശീലനത്തിന്റെ ഭാഗമായി നടന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരും ക്ലാസ് എടുത്ത് നന്നായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾ ഇതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കേര കർഷകർക്ക് പരിശീലനം നേടിയവരെ ഉപയോഗപ്പെടുത്താം. ഇതിലൂടെ കേര കർഷകർക്ക് കൂടുതൽ ശാസ്ത്രീയ രീതികൾ മനസ്സിലാക്കാനും അതിലൂടെ തെങ്ങിന്റെ സംരക്ഷണം ഉറപ്പാക്കി മികച്ച വിളവ് ലഭ്യമാക്കാനും സാധിക്കും. ന്യൂസ് 18 കായംകുളം. കോവിഡ് ഭീഷണിയും ലോക്ഡൌൺ നിയന്ത്രണങ്ങളും മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാസർകോട്ടെ നെയ്ത്ത് സഹകരണ സംഘങ്ങൾ. തകർച്ചയുടെ വക്കിലാണ് ഈ പരമ്പരാഗത വ്യവസായം. ഭൗമസൂചിക പട്ടികയിൽ ഇടം പിടിച്ച കാസർഗോഡ് സാരി എന്ന ഒറ്റ ഉൽപ്പന്നത്തിന്റെ പേരിലായിരുന്നു ഇവിടുത്തെ നെയ്ത്ത് സഹകരണ സംഘം കൈത്തറി വിപണിയിൽ സ്ഥാനമുറപ്പിച്ചത്. രാജ്യത്തിനകത്തും പുറത്തും നിരവധി ആവശ്യക്കാരുമുണ്ടായി. ഇതോടെ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് വരുമാന മാർഗവുമായി. 82 വർഷത്തെ പാരമ്പര്യമുള്ള ഉദയഗിരിയിലെ നെയ്ത്ത് സ്ഥാപനം ലോക്ക്ഡൌണിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. നിയന്ത്രണങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ചതോടെ സംഘത്തിന്റെ തറികൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും സ്ഥാപനത്തിലെ 65 വയസ്സ് പിന്നിട്ട പാതിയോളം വരുന്ന തൊഴിലാളികൾ കൂടി തിരിച്ചെത്താതെ ഉൽപാദനം പൂർണ്ണമാകില്ല. സർക്കാർ പരിശീലനം നൽകിയ തൊഴിലാളികൾ ഇവിടെ സ്കൂളുകളിലേക്കുള്ള യൂണിഫോം നെയ്തിരുന്നു. എന്നാൽ നൂൽവരവ് നിലച്ചതോടെ ഇത് മുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥയിൽ സംഘം വളരെ ക്ഷീണത്തിലാണുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രായക്കൂടുതലുള്ളവർ പുറത്തിറങ്ങിക്കൂടാന്ന് പറയുന്നത്. ഇപ്പോൾ കാസർഗോഡ് സാരി ഉൽപ്പാദനത്തിൻ്റെ ഒരു പ്രധാന കൈകൾ ആ പ്രായക്കൂടുതലുള്ള ആൾക്കാർതാണ്. അവർ പാരമ്പര്യമായിട്ട് 10, 50, 60 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥ കാസർഗോഡ് സാരി ഉണ്ടാക്കുന്നവർ. കാസർഗോഡ് സാരി എന്ന പരമ്പരാഗത ഉൽപ്പന്നത്തിനൊപ്പം ചുരിദാർ മെറ്റീരിയൽ കൂടി നെയ്തെടുത്ത് വിപണിയിൽ സജീവമാകാനാണ് സംഘത്തിന്റെ തീരുമാനം. പ്രളയവും കോവിഡും ചതിച്ച ഉത്സവകാല വിപണിയിൽ നിന്നും കരകയറാൻ വരുന്ന ഓണക്കാലത്തെങ്കിലും സാധ്യമാകുമെന്ന വിശ്വാസത്തിലാണ് സംഘക്കാരും തൊഴിലാളികളും. ന്യൂസ് 18 കാസർഗോഡ്. അട്ടപ്പാടി കുറുക്കൻകുണ്ട് മേഖലയിൽ ഓൺലൈൻ പഠനത്തിന് വനം വകുപ്പിന്റെ കനിവ് തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. വനം വകുപ്പ് NOC കൊടുക്കാത്തതിനാൽ വൈദ്യുതി ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. അട്ടപ്പാടിയിലെ പ്രധാന കാർഷിക മേഖലയായ കുറുക്കൻകുണ്ടിലെ 20ഓളം വിദ്യാർത്ഥികളാണ് വൈദ്യുതിയില്ലാത്തതിനാൽ ഓൺലൈൻ പഠനം നടത്താൻ കഴിയാതെ പ്രതിസന്ധി നേരിടുന്നത്. പതിറ്റാണ്ടുകളായി 40ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. വനം വകുപ്പ് NOC നൽകാത്തത് മൂലം ഇവിടുത്തെ വീടുകളിൽ ഇതുവരെയും വൈദ്യുതി എത്തിയിട്ടില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഈ പ്രദേശത്ത് താമസിക്കുന്ന കർഷകർ പ്രശ്നപരിഹാരത്തിനായി ഓടി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ കുട്ടികളുടെ പഠനം ഉറപ്പുവരുത്താനും വൈദ്യുതി എത്തിക്കാനും നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ 19ഓളം കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല. കാരണം ഇവിടെ കറണ്ട് ഇല്ല എന്നൊരു കാരണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള നടപടികൾക്ക് കുട്ടികളുടെ പഠിത്തം എന്നുള്ള അവകാശം നേടിയെടുക്കുന്നതിന് ഞാനിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു ക്ലാസ് ജൂൺ 1 മുതൽ തുടങ്ങിയ ക്ലാസ്സാണ്. അതിലൊരു ക്ലാസ് പോലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജൂൺ 15 മുതൽ യഥാർത്ഥത്തിൽ ക്ലാസ് തുടങ്ങി. അപ്പോൾ ഇത്രയും ദിവസം അവരുടെ ക്ലാസ് മുടങ്ങിയിരിക്കണം. വലിയൊരു നഷ്ടമാണ്. 1974, 76 വർഷങ്ങളിൽ ഭൂമിക്ക് പട്ടയം കിട്ടിയതാണെന്ന് കർഷകർ പറയുന്നു. എന്നാൽ വനം വകുപ്പിന്റെ എതിർപ്പ് മൂലം
അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണെന്ന് ഇവർ പരാതിപ്പെടുന്നു. വൈദ്യുതി ലഭിക്കാൻ വനം വകുപ്പ് അനുമതി നൽകണമെന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം അസാധ്യമാവുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം വിദുര ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികളും ഇനി മുതൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം. ജില്ലാ പഞ്ചായത്തും NGO യൂണിയനും ചേർന്നാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൌകര്യം ഒരുക്കിയത്. ഓൺലൈൻ ക്ലാസ് 3ാം ഘട്ടം ആരംഭിച്ചിട്ടും വിദുര ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം ആരംഭിക്കാൻ കഴിയാത്തത് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് മാത്രമല്ല ഭാവി അനിശ്ചിതത്വത്തിലായിരുന്ന വിദ്യാർത്ഥികൾക്ക് കൂടിയാണ് വാർത്ത എന്ന ഇടപെടൽ തുണയായത്. I hope all of you read along with me. Now, may I ask you some questions? മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിന് ചുറ്റും ആശങ്കയോടെ ഇരുന്ന് പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഇന്ന് ആശ്വാസ തീരമണഞ്ഞതിൻ്റെ പുഞ്ചിരിയാണ്. വിതുരയിലെ ആലുമൂട് പള്ളിപ്പുരക്കരിക്കകം ആദിവാസി സെറ്റിൽമെൻറ്റുകളിലെ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ ടിവിയും വൈദ്യുതിയും ഇല്ലാത്തത് കാരണം ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിക്കാൻ കഴിയാത്തത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് NGO യൂണിയൻ TV എത്തിച്ചു നൽകി. ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് വീടുകളിൽ വൈദ്യുതിയും ലഭ്യമാക്കി. ന്യൂസ് 18 ഇവരെ കണ്ടെത്തുന്നത്, ഈ വാർത്ത പുറത്തേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അവർക്ക് കണക്ഷൻ കിട്ടി, അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായി. അതിന് എല്ലാവിധത്തിലും അതിൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ ന്യൂസ് 18 തന്നെ അർപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാവാം. അതൊക്കെ ശ്രദ്ധപ്പെടുത്തിയാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാനും ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇടപെടാനും കഴിയുന്നതാണ്. നമുക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കിയ ന്യൂസ് 18 ചാനലിനും നന്ദി. അരിച്ചേട്ടനും ശരൺ ചേട്ടനും ഒപ്പം അഭിജിത്ത്, അഭിനവ്, അഭിൻകൃഷ്ണ, അഭിരാമ്. കടുത്ത ദാരിദ്ര്യത്തിനിടയിലും വെള്ള റേഷൻ കാർഡ് ലഭിച്ചതിനാൽ പ്രതിസന്ധിയിലാണ് ഗുരുവായൂർ ബ്രഹ്മകുളത്തെ ഒരു കുടുംബം. സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാർഡ് BPL ആക്കാനായി സപ്ലൈ ഓഫീസിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഗുരുവായൂർ നഗരസഭയിലെ ബ്രഹ്മകുളത്ത് ചെന്നറ വീട്ടിൽ സബിലാഷിന്റെ കുടുംബമാണ് വെള്ളക്കാർഡ് ലഭിച്ചതുമൂലം പ്രതിസന്ധിയിലായത്. ഇക്കാരണത്താൽ പ്രളയത്തിന് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ധനസഹായം പോലും ലഭിച്ചിട്ടില്ല. ഇവരുടെ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസവരുമാനം 300 രൂപയാണ്. കാർഡ് BPL ആക്കി മാറാൻ ചാവക്കാട് സപ്ലൈ ഓഫീസിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായെന്ന് സബിലാഷിന്റെ ഭാര്യ ശ്രീജിത. എന്നിട്ട് എനിക്ക് റേഷൻ കാർഡ് കിട്ടിയത് വെള്ളക്കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് നമുക്കൊന്നും ഒരു ആനുകൂല്യങ്ങളും ഇല്ല. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടണില്ല. ഓല കൊണ്ട് കെട്ടിമറിച്ച കുടിലാണ് വർഷങ്ങളായി താമസം. 6ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട് ഇവർക്ക്. പഠനം ഓൺലൈനാക്കിയതോടെ TV ഇല്ലാത്ത പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. പഠിക്കാൻ സൗകര്യമില്ലെന്ന് അധികൃതരെ അറിയിച്ചപ്പോൾ വായനശാലയെ ആശ്രയിക്കാനാണ് ഉപദേശിച്ചതെന്നും ഇവർ പറയുന്നു. കൂലിപ്പണിക്കാരനായ സബിലേഷിന് ലോക്ക്ഡൌൺ ആയതോടെ വരുമാനവും നിലച്ചു. കടുത്ത ദാരിദ്ര്യത്തിലായിട്ടും സർക്കാർ കണക്കിൽ സമ്പന്നരായതെങ്ങനെയാണെന്ന് ഇവർക്കും അറിയില്ല. സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. മഴക്കാലം ആരംഭിച്ചതോടെ മണ്ണിടിച്ചിൽ ഭീതിയിലാണ് മൂന്നാർ ദേവികുളം മേഖലയിലെ ആളുകൾ. മുൻപ് മണ്ണിടിച്ചിൽ ഉണ്ടായ മേഖലകളിൽ സുരക്ഷാ മുൻകരുതലുകൾ അടിയന്തരമായി സ്വീകരിക്കണം എന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് ദിവസങ്ങളോളം ഒറ്റപ്പെട്ടുപോയ പ്രദേശമാണ് മൂന്നാർ. ഇത്തവണയും മഴ പെയ്തു തുടങ്ങിയതോടെ വലിയ ഭീതിയിലാണ് ഇവിടുത്തുകാർ. മൂന്നാർ ആനച്ചാൽ റൂട്ടിലും മൂന്നാർ ദേവികുളം റൂട്ടിലും നിരവധിയിടങ്ങളിലാണ് മണ്ണിടിച്ചിൽ സാധ്യത വലിയ രീതിയിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഈ പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു. കനത്ത മഴ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരം മേഖലകളിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലവർഷം കനക്കുന്നതിന് മുൻപ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം, പ്രത്യേകിച്ച് സ്ഥലങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു ഗുരുതര അവസ്ഥ മൂന്നാറിന് അനുഭവിക്കേണ്ടി വരും.
കഴിഞ്ഞ പ്രളയത്തിൽ ഇടിഞ്ഞ മണ്ണ് ഇനിയും നീക്കം ചെയ്യാത്ത സാഹചര്യം പല പ്രദേശങ്ങളിലുമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 2018 ആഗസ്റ്റ് മാസം പേരൊഴിവാക്കപ്പെട്ട മൂന്നാറിലൂടെ മൺസരിവുകൾ ദേവികുളം റോഡ്, പളയമുണർ ഇഡൂർസ് പകുതി, സൈലന്റ് വള്ളി റോഡ് പകുതിയിലുള്ള மண்சரிவுகள் ஏற்பட்டும் இதுவரை அந்த மண்ணுகள் பகுதி இடங்கள் மாற்றாமல் கிடக்கிறது. அதுவும் இன்னும் அடுத்து மழை தொடங்காததுக்கு முன்னாடி இந்த அபகடமாக இருக்கக்கூடிய இடத்துலலாம் மண்களை மாற்றி ഇത് ഉടനടിയാக സീർമിക്കണം வேண்டும் என்று ദേശീയപാതയിലടക്കം വൻ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് അധികൃതർ വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. ആദിവാസി കുടിയിലെ വിദ്യാർത്ഥികൾക്ക് ആധുനിക പഠന സംവിധാനം ഒരുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത്. രാജകുമാരി മഞ്ഞുകുഴി മുതുവാൻകുടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച സാമൂഹിക പഠന കേന്ദ്രത്തിന്റെ താക്കോൽ കൈമാറി. പഠന കേന്ദ്രത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആദിവാസി കുടികളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് രാജകുമാരി മഞ്ഞക്കുഴിയിൽ സാമൂഹ്യ പഠന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിൽ വൈദ്യുതിയും ടിവിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമൂഹ്യ പഠന കേന്ദ്രം സഹായകരമാകും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് 15,25,000 രൂപ മുടക്കി സാമൂഹിക പഠന കേന്ദ്രം മഞ്ഞക്കുഴിയിൽ പണികഴിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സാമൂഹിക പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റെജി പാനച്ചിക്കൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC ബിനുവിന് പഠന കേന്ദ്രത്തിന്റെ താക്കോൽ കൈമാറി. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 രാജകുമാരി. 5 വർഷമായി ശമ്പളമില്ലാതെ 3000-ലേറെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മക ശവമഞ്ചവുമായി അധ്യാപകർ പട്ടിണി സമരം നടത്തി. അധ്യാപനത്തോടൊപ്പം മറ്റു തൊഴിലുകൾ ചെയ്താണ് ഇവർ മുന്നോട്ടു പോകുന്നത്. കേരള വിദ്യാഭ്യാസ നിയമം ഭേദഗതി അംഗീകരിക്കുവാൻ മാനേജ്മെന്റുകൾ തയ്യാറാകാതെ വന്നതോടെ ജോലിയിൽ പ്രവേശിച്ച 3000-ലേറെ അധ്യാപകരാണ് പെരുവഴിയിലായത്. ശമ്പളമില്ലാതെ 5ാം വർഷവും ജോലി ചെയ്യേണ്ടി വന്നതോടെയാണ് സമരവുമായി അധ്യാപകർ തെരുവിലിറങ്ങിയത്. പലരും അധ്യാപനത്തിനിടയിൽ ഓട്ടോ ഓടിച്ചും തെങ്ങ് കയറിയും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലെടുത്തുമാണ് ഉപജീവനത്തിന് വഴി കണ്ടെത്തുന്നത്. പണിയായുധങ്ങളുമായി പ്രതീകാത്മക ശവമഞ്ചവുമായിട്ടായിരുന്നു കോഴിക്കോട് DD ഓഫീസിന് മുമ്പിൽ അധ്യാപകരുടെ പ്രതിഷേധം. കേരളത്തിൽ ഇത്തരം 3000-ഓളം അധ്യാപകർ ഇന്ന് പട്ടിണിയാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സത്യം മാത്രമാണ്. പിന്നെ ഇപ്പം സർക്കാരിന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തോളമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ നെടുന്തൂണുകളാണ് ഈ 2016 മുതൽ കയറിയിട്ടുള്ള അധ്യാപകർ. അപ്പം അവരെ തഴയുന്ന ഒരു നിലപാടിൽ നിന്ന് സർക്കാർ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു സമരം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. വീൽചെയർ ഇല്ലാത്ത ലോകം സ്വപ്നം കാണുകയാണ്. സ്റ്റേജ് ഷോകളിൽ പാട്ടിന്റെ വിസ്മയം തീർത്തിരുന്ന തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശി സൗമ്യ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര ചികിത്സാ പിഴവ് സൗമ്യയുടെ സ്വപ്നങ്ങൾ കൂടിയാണ് കവർന്നെടുത്തത്. ശസ്ത്രക്രിയയ്ക്കായി 20 ലക്ഷത്തിലേറെ രൂപ ചെലവ് വേണ്ടിവരുമെന്നാണ് കണക്ക്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പാട്ടിന് മധുരമൊട്ടും കുറഞ്ഞിട്ടില്ല. എന്നാൽ കൈപ്പേറിയ ജീവിതകഥ കൂടി പറയാനുണ്ട് സൗമ്യയ്ക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ശസ്ത്രക്രിയയാണ് ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്. 2 കാലുകൾക്കും ചലനമറ്റ് വീൽചെയറിലായി പിന്നീട് ജീവിതം. പാട്ട് പഠിക്കാത്ത സൗമ്യ വീൽചെയറിലിരുന്ന് പാടി തുടങ്ങി. വൈകാതെ സ്റ്റേജ് ഷോകളിലെയും നിറസാന്നിധ്യമായി. നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൗമ്യയുടെ ശബ്ദത്തെ പോലും അസുഖം ബാധിച്ചു തുടങ്ങി. 17 വർഷം കൊണ്ട് കിടക്കുന്ന അവസ്ഥയാണ്. എന്നാലും പരിപാടികൾക്കൊക്കെ പോവും. അതാണ് ജീവിതമാർഗം. ഇപ്പം പാടാൻ കൂടി വയ്യാത്തൊരവസ്ഥയായി. വേറൊരു മാർഗമില്ല എനിക്ക്.
ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് ഡോക്ടർമാർ. എന്നാൽ 21 ലക്ഷം ചെലവ് വരുന്ന ശസ്ത്രക്രിയ നടത്താൻ ഈ കുടുംബത്തിന് പ്രാപ്തിയില്ല. സിനിമാ താരം നവ്യ നായർ ഉൾപ്പെടെയുള്ളവർ സൗമ്യയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവുന്നത് പോലെ ഉള്ളൊരു ചെറിയ സഹായം, ഈ പലതുള്ളി പെരുവെള്ളം എന്നുള്ള പറയില്ലേ, അങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മനസ്സുകൊണ്ട് നല്ല വിശ്വാസമുണ്ട് സൗമ്യ വീണ്ടും നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.